السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിന്റെ സമത്വം കുടുംബങ്ങൾക്കിടയിൽ, മക്കൾക്കിടയിൽ, സമൂഹത്തിനിടയിൽ വിവേചനത്തിന് വിരുദ്ധമായ സമീപനം പ്രവാചക മാതൃക സമൂഹത്തിന് നൽകിയതിൻ്റെ ഒരു ശലകം മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മനാടാകുന്ന മക്കയിൽ നിന്ന് മുത്തുനബിക്ക് സ്വൈരത്തോടെ ജീവിക്കാൻ കഴിയാതെ വന്നപ്പോൾ പരിശുദ്ധ ഇസ്ലാമിന്റെ സംരക്ഷണാർത്ഥം പിറന്ന നാടിന് വിട ചൊല്ലേണ്ടി വന്നു. ഹിജറ വർഷം ഈ മുഹറമിലൂടെ നമുക്ക് ആ സന്ദേശം നൽകുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ മദീനയിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾ മുത്തുനബിയെ സ്വീകരിച്ചു. ആ സ്വീകരിച്ച ആളുകളെ കുറിച്ച് കൊണ്ട് പറയുന്നത് അൻസാറുകൾ എന്നാണ്. അൻസാറുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പോലും പരാമർശിച്ചിട്ടുണ്ട്. അള്ളാഹു അവരെയും അള്ളാഹുവിനെ അവരും ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന്. മുഅ്മിനീങ്ങളെ, ഹബീബായ നബി തങ്ങൾ മദീനയിലെത്തിയ ഉടൻ തന്നെ അവിടെയുള്ള ഓരോ സ്വഹാബിമാരും മുത്തുനബിയോട് ഓരം ചേർന്ന് കടിഞ്ഞുകൂടവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയപ്പോൾ മുത്തുനബിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു സ്വഹാബിയായിരുന്നു ബഷീർ ഇബ്നു നുഅ്മാൻ. ബഷീർ റളിയല്ലാഹു അൻഹു മുസ്തഫ നബി തങ്ങൾ മദീനയിലേക്ക് എത്തി. ബഷീറിനൊരു കുഞ്ഞ് ജനിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ ആഗമനത്തിന് ശേഷം ആദ്യമായിട്ട് മദീനയിൽ അൻസാറുകൾക്കുണ്ടാകുന്ന കുട്ടിയാണത്. അവനെ അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് കൊണ്ടുവന്നു. മുത്തുനബി തങ്ങൾ മധുരം നൽകിയ പേര് വിളിച്ചു നുഅ്മാൻ. അവൻ ചെറുപ്രായത്തിൽ തന്നെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെ പിതാവാകുന്ന ബഷീറിന് മറ്റു മക്കൾക്കിടയിൽ ഈ നുഅ്മാനോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. നുഅ്മാനോട് ഇഷ്ടമുണ്ട് എന്ന് മുത്തുനബിക്കും അറിയാം. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് അവൻ നുഅ്മാന് വേണ്ടിയിട്ട് ഒരു അടിമയെ ദാനം കൊടുക്കാൻ, നുഅ്മാൻ എപ്പോഴും മുത്തുനബിന്റെ അടുത്താണല്ലോ, ഈ നുഅ്മാന് ഖിദ്മ ചെയ്യാൻ, നുഅ്മാന്റെ ആവശ്യ നിർവഹണത്തിന് സഹായം ചെയ്യാൻ ഒരു അടിമയെ ദാനമായി നൽകാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ കുട്ടിയെയും കൂട്ടി മുത്തുനബിയുടെ സദസ്സിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബഷീർ അഭിമാനത്തോട് പറഞ്ഞു, നബിയേ, ഞാൻ എൻ്റെ മകന് നുഅ്മാൻ ഒരു അടിമദാനമായി നൽകുന്നു. അപ്പോൾ മുത്തുനബി തങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ മറ്റു മക്കൾക്ക് ഇതുപോലെ സമ്മാനം നൽകിയിട്ടുണ്ടോ? ബഷീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല നബിയേ. അള്ളാന്റെ റസൂൽ അവിടുന്ന് മറുപടി കൊടുത്തു, എങ്കിൽ പാടില്ല ബഷീർ, മടക്കി വാങ്ങണം ബഷീർ. മക്കൾക്കിടയിൽ വിവേചനം കാണിക്കുന്നത് ശരിയല്ല, അനീതിക്ക് കൂട്ടുനിൽക്കാൻ ഞാനില്ല. ഇതാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് സമത്വത്തിനു വേണ്ടി, സമാധാനത്തിനു വേണ്ടി, വിവേചനത്തിനെതിരെ സന്ധിയില്ലാ സമരം നയിച്ചത് കൊണ്ടാണ് ബർബറികളുടെ കൂടെ ആടുമേച്ച ഹബീബിനെ കുറിച്ച് കൊണ്ട് മുസ്ലിമീങ്ങളല്ലാത്ത ചരിത്രകാരന്മാർ പോലും വാനോളം പുകഴ്ത്തിയത്. ഒരു റോൾ മോഡലിന് സമൂഹത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ മുഹമ്മദ് നബി തങ്ങളെ അവർ പരിചയപ്പെടുത്തിയത്. ആ ഹബീബിന്റെ മാർഗം അവലംബിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.